എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പോകുന്നത് ബദാമി, ഹംപി എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ബദാമി, ഹംപി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മംഗലാപുരം സെൻറ്ററിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബദാമിലേക്ക് പോകേണ്ട ട്രെയിൻ ഉള്ളത്. ഇതാണ് നമ്മുടെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഹംപിയിലേക്കുള്ള. നമുക്കുള്ള ട്രെയിൻ 4:45 അപ്പോൾ നമുക്കിന്ന് പോകാനുള്ള ട്രെയിനാണിത്. ഇതാണ് മംഗലാപുരത്ത് നിന്ന് വിജയവാഡ വരെ പോകുന്ന വിജയവാഡ എക്സ്പ്രസ് ആണ്. ഇതാണ് വണ്ടി. ഇതിൻ്റെ എൻജിൻ വന്നില്ല, എൻജിൻ വെയിറ്റിംഗ് ആണ്. ഇത് ഷണ്ടിങ് ലോക്കാണ് ഇപ്പോൾ ഉള്ളത്. എൻജിൻ വരണത്രേ. ഇതിപ്പം 4:45 എടുക്കുന്നത്. ഇപ്പം 4:30 ആയത്രേ. ഒരു കാമണിക്കൂറും കൂടി ഉണ്ട്, അതിനുശേഷം വണ്ടി എടുക്കുള്ളൂ. ആണ് നമ്മളിന്ന് പോകുന്ന ട്രെയിനാണ്, വിജയപുര എക്സ്പ്രസ് ആണ്. നമ്മൾ സ്ലീപ്പറിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്. അപ്പർ ബർത്താണ് എടുത്തത്, 2 അപ്പർ ബർത്ത്. 59, 60 ഇതാണ് ഈ വണ്ടിയുടെ സെക്കൻഡ് AC കോച്ചാണ്. കോച്ചിൽ പഴയ കോച്ചാണ്, LHB ആക്കിയിട്ടില്ല. നമ്മളെ ട്രെയിൻ ഏകദേശം 4:45 ഇവിടുന്ന് എടുക്കുക. നമുക്കിപ്പം ഏകദേശം ബദാമിലെത്തുമ്പോഴത്തേക്ക് രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് ബദാമിലെത്തും. ഒരു 14 മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് യാത്രയുള്ളത്. നമുക്ക് ഏകദേശം ട്രെയിൻ ടിക്കറ്റ് സ്ലീപ്പറിന് ഒരാൾക്ക് വന്നത് 410 രൂപയാണ്. 14 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിപ്പം മംഗലാപുരത്ത് നിന്ന് ബദാമി എത്തിയിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 7:30 ആയി. ഓൺ ടൈമിലാണ് വണ്ടി എത്തിയത്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അത് ഇവിടുന്ന് പോക്കായി. അത് വിജയവാഡയിലേക്കാണ് പോകുന്നത്. വിജയവാഡ ഇവിടുന്ന് ഏകദേശം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ്. ഹംപി വരുന്നവർക്ക് ഇപ്പോൾ വെയിറ്റിംഗ് റൂമും കാര്യങ്ങളും തന്നെയുണ്ട്. നല്ല വെയിറ്റിംഗ് റൂമാണ്. ഇത് ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമാണ്, ജെൻസിൻ്റെ ഇപ്പുറമാണ്. ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. അങ്ങനെ നമ്മൾ ബദാമി എത്തിയിരിക്കുകയാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്. ബദാമി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു 150 രൂപ എടുത്താൽ ഒരു ഓട്ടോ കിട്ടുന്നതാണ്. നമ്മൾ ഈ ഓട്ടോനാണ് വന്നത്. നമ്മളങ്ങനെ ബദാമി എത്തിയിരിക്കുകയാണ്. ഇതാണ് ബദാമി. ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ആണ്, ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഏകദേശം 25 രൂപയാണ് ഒരാൾക്ക്. ഇത് നമ്മൾ ഓൺലൈൻ വഴിയാണ് എടുത്തത്. നമ്മൾ ബദാമിയിലെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബദാമിയിലെ മെയിൻ എൻട്രി. ഇതിലൂടെയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. നമ്മുടെ ബദാമി കേവിലെ കേവ് നമ്പർ 1 ആണ്. ഇതാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. ആണ് ഫസ്റ്റ് കേവാണിത്. രണ്ടാമത്തെ കേവ്. ഒന്നാമത്തെ കേവെന്നും ഇതാണ് ഒന്നാമത്തെ കേവ്. ഒന്നാമത്തെ കേവ് കുറച്ച് കയറിയാൽ രണ്ടാമത്തെ കേവാണ്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് 3ാമത്തെ കേവും 4ാമത്തെ കേവും. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. രണ്ടാമത്തെ കേവിൽ നിന്ന് 3ാമത്തെ കേവിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഇതാണ്. എന്താണെന്ന് അറിയില്ല, പണി തീരാത്ത കേവാണോ എന്ന് ഇനി സംശയമുണ്ട്. അതിൽ നിന്ന് നേരെ കയറി വന്ന് ഇപ്പോൾ കേവ് നമ്പർ 3 എത്തി. നമ്മളിത് കയറി വരുന്നതിനെ ഈ കേവുകളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ കേവ് നമ്പർ 3 ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വലിപ്പം വെച്ചു. നേരത്തെ ഇതിൽ കുറവായിരുന്നു. അവസാനം കേവ് നമ്പർ 4 എത്തിയിരിക്കുകയാണ്. ഇതാണ് കേവ് നമ്പർ 4. 3ന്റെ തൊട്ടിപ്പുറം തന്നെയാണ് 4. എനിക്ക് തോന്നുന്നു 3ആയിരിക്കും കുറച്ചും കൂടി കാണാൻ വലിപ്പം തോന്നുന്നത്. 4 വലിയ വലിപ്പവും കാര്യങ്ങളും ഇല്ല. നമുക്ക് ഇനി ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിലെങ്ങനെ നോക്കാം. ഉള്ളിലും കുഴപ്പമില്ല. ഇവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. കേവ് നമ്പർ 3 ആണ് ഇതിൽ ഏറ്റവും വലിയ കേവ് എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ കേവ് നമ്പർ 3യുടെ ഉൾഭാഗമാണിത്. ഇത് അത്യാവശ്യം കൊത്തുപണികളും കാര്യങ്ങളും തന്നെയുണ്ട്. ഇതാണ് നമ്മളെ വിരൂപ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അങ്ങനെ ബദാമിൻ്റെ മെയിൻ എൻട്രൻസ് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്ന് നമ്മളിവിടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഐക്കോണിക്കാണ്. ഇതാണ് നമ്മളെ വിരൂപ ക്ഷേത്രം. അടിപൊളിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നമ്മൾ അവിടുന്ന് നേരെ വന്ന് നമ്മൾ മ്യൂസിയം ആണിത്, ആർക്കിയോളജിക്കൽ. നമ്മൾ ബദാമിൽ വരുന്നുണ്ട്. നമുക്കൊരു 5 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ മ്യൂസിയത്തിൽ പോകാനാണ്. മ്യൂസിയത്തിൽ അത്യാവശ്യം കാര്യങ്ങളും എല്ലാം ഉണ്ട്. പഠിക്കുന്നവർക്കെല്ലാം നല്ല ഉപകാരപ്പെടും. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി പോയിന്റാണിത്. മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബദാമി ഫോർട്ടിലേക്കാണ്. നല്ലൊരു കോട്ടയാണ്. അങ്ങോട്ട് കൊണ്ട് സ്റ്റെപ്പാണ്. ഇതാണ് നമ്മളെ ഫോർട്ടിൻ്റെ കവാടമാണ്. ഇവിടെ അത്യാവശ്യം നല്ല കൊത്തുപണികളും കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെയുണ്ട്. ഇതിലൂടെയാണ് എൻട്രി. ഇതിൻ്റെ മൊത്തത്തിൽ കൊള്ളാം.
നമ്മൾ ഏകദേശം രാവിലെയാണ് വന്നത്. ഇപ്പോൾ 9:30 ആയിനത്രേ. പക്ഷെ എന്നാലും ചൂട് നല്ല ചൂടാണ്. വരുന്നവർ മാക്സിമം രാവിലെ തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോർട്ടിൻ്റെ ഉൾവശമാണ്. അടിപൊളി വഴിയാണ്. ഇതിലൂടെ ഇങ്ങനെ കയറി നമുക്ക് ഫോർട്ടിൻ്റെ മുകളിലെത്താം. താഴ്ന്ന ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100-300 മീറ്റർ ഉണ്ട് മുകളിലേക്ക്. നല്ല സ്റ്റെപ്പും കയറാനുണ്ട്. ബദാമിയിൽ വരുന്നവർ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഫോർട്ട്. അത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം ഈ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഇത് നിങ്ങൾ മിസ്സാക്കാനേ പാടില്ല. ഇത് കണ്ട, ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ ബദാമി ടൗൺ തിരിച്ചും കാണാൻ പറ്റും ഇവിടെ നിന്നാൽ. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ ടൗണാണ് ബദാമി ടൗണാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. നമ്മളിപ്പോൾ ബദാമി ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പട്ടടക്കൽ പോകാൻ വേണ്ടി നമ്മൾ ബദാമിയിലേക്കുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബദാമി ടൗൺ. നമ്മളെ ബദാമി ടൗൺ ഇതാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാണ്. നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. ബിരിയാണി വന്നില്ല, വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ബദാമി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. മലയാളി ഹോട്ടലാണ്. ഇത് എൻ്റെ ഒപ്പം വന്ന സുഹൃത്താണ് ഇർഫാൻ, കോഴിക്കോട്. നമ്മളെ ബദാമി ബസ് സ്റ്റാൻഡാണ്. ബദാമി ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്പുറം തന്നെയാണ് നമ്മളെ ഒരു മലയാളി ഹോട്ടലാണ്. നമ്മളിപ്പം ബദാമിയിൽ നിന്നും പട്ടടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണിത്. കർണാടക ആർട്ടിസിൻ്റെ ബസ്സാണ്. ഇവിടുന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 33 രൂപയാണ് ഒരാൾക്ക് പൈസ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ബദാമിയിൽ നിന്ന് പട്ടടക്കൽ എത്തിയിരിക്കുകയാണ്. പട്ടടക്കലിൻ്റെ എൻട്രൻസ് ആണിത്. നമ്മളങ്ങനെ പട്ടടക്കൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ടിക്കറ്റ് പ്രൈസ് 35 റുപ്യാണ് ഒരാൾക്ക് എൻട്രി ഫീസായിട്ട് വരുന്നത്. ഓൺലൈനായിട്ടാണ് എടുത്തത്. 35 റുപ്യാണ് വരുന്നത്. ഇതാണ് നമ്മളെ ടിക്കറ്റ്. നമ്മളങ്ങനെ പട്ടടക്കൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ശിവ വിരുപക്ഷ ടെമ്പിളാണ് പട്ടടക്കൽ. ഇത് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് ഇത്. ബദാമിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നല്ല വൃത്തിയും കാര്യങ്ങളും തന്നെയുണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ബദാമിൽ വരുന്നവർക്ക് വരാൻ പറ്റുന്നൊരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഏകദേശം ഒരു ഉച്ചയാണ്. ഉച്ച സമയത്ത് നല്ല വെയിലുണ്ട് ഇവിടെ. മാക്സിമം എല്ലാവരും ഇവിടെ രാവിലെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ ആണെങ്കിൽ ചൂടുണ്ടാവില്ല. ഇതെല്ലാം ഓരോ സ്ഥലത്തും നമുക്കിങ്ങനെ ശിവലിംഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് മെയിൻ ക്ഷേത്രമാണിത്. ഇതാണ് ശിവക്ഷേത്രമാണ്. ഇതാണ് മെയിൻ. ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ഇപ്പം പ്രതിഷ്ഠ കാര്യങ്ങൾ പൂജ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രമാണ്. കുറേ ശില്പങ്ങളും കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ ഇപ്പം നിലവിലിപ്പം പൂജ നടക്കുന്നുണ്ട്. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ നടക്കുന്നത്. ഇപ്പോൾ റണ്ണിങ് ടെമ്പിളാണിതിപ്പം. ഇവിടുത്തെ ശിലകളൊക്കെ അടിപൊളിയാണ്. മുകളിലൊക്കെ ഉണ്ട്. നമുക്കൊരു നന്ദി ശില്പം കാണാനാവും. നന്ദി ശില്പമാണ്. ഇവിടെ കുറേ കൊത്തുപണികളുടെ ശില്പങ്ങളെല്ലാം കാണാൻ വഴി കഴിയുന്നുണ്ട്. ഇതിൻ്റെ പുറത്തെ ഭാഗമാണ് ശിവക്ഷേത്രത്തിൻ്റെ. ഒക്കെ കുറേ ശിവലിംഗങ്ങളും പൂജയിലും ഉണ്ടായ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഗോപുരം. ഇതിൻ്റെ ചുറ്റും പരിസരങ്ങൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വൃത്തി ടോപ്പാണ്. നല്ല ഗാർഡനൊക്കെ വെച്ചിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ വിളിച്ച് കാശി മഹാകുട്ടേശ്വര ഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്തെതിരെയാണ്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലവും അമ്പലത്തിൻ്റെ കുളവും കുളത്തിൻ്റെ അടിയിൽ നമുക്കൊരു ശിവപ്രതിഷ്ഠയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇതോടെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് വരെ മുകളിലേക്ക് പോകേണ്ടത്. ആണ് നമ്മളെ ടെമ്പിള്. നല്ല ആംബിയൻസ് ആണ്. അടിപൊളി ടെമ്പിളാണ്. ഇതാണ് നമ്മളെ അമ്പലം. ഇതാണ് നമ്മളെ പ്രശസ്തമായ ആ കുളമാണിത്. കുളത്തിൽ അത്യാവശ്യം നല്ല ആൾ കുളിക്കുന്നുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല കുളിക്കാൻ പറ്റിയ സമയമാണ്. നമ്മളാ ചെറിയൊരു ഓട്ടം ഉണ്ട്. അതിലാണ് നമ്മളെ ശിവൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. അതിൻ്റെ ഉള്ളിലൂടെ പോയി നമുക്ക് കാണാൻ പറ്റും. ഈ കുളത്തിൻ്റെ ഇവിടെയാണ് ചെറിയ റോഡ് കാണില്ല. അതിൻ്റെ അപ്പുറത്തൂടെയാണ് പ്രതിഷ്ഠയുണ്ട്. ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത്. നമ്മൾ 3 സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ബദാമിലെത്തിയിട്ടുണ്ട്. ബദാമിൽ നേരെ ഇനി ഹംപിയിലേക്കുള്ള ഒരു വണ്ടിയുണ്ട്. യശ്വന്തപൂർ വണ്ടിക്കാണ് ഇനി പോകുന്നത്.
ഹംപിയിലേക്ക് ഡയറക്റ്റ് ട്രെയിനില്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പേട്ടയിൽ പോയിട്ടാണ് അവിടുന്ന് ഹംപിയിലേക്ക് പോകുന്നത്. ബദാമി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 120-126 കിലോമീറ്റർ മാത്രമേ ഹോസ്പേട്ട ജംഗ്ഷനിലേക്കുള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരാൾക്ക് ജനറലാണ് പോകുന്നത്. ജനറൽ ടിക്കറ്റ് ഏകദേശം ഒരാൾക്ക് ഒരു 60 രൂപയാണ് വന്നത് ഒരാൾക്ക് ജനറലിൽ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ഹോസ്പേട്ടയ്ക്ക് പോകാനുള്ള വണ്ടിയാണിത്. അതിൻ്റെ ലോക്കോമോട്ടീവാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ബദാമിന്നും ഹോസ്പേട്ട എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹംപി പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹോസ്പേട്ടയാണ് നിയറസ്റ്റ്. ഹംപിയിൽ വരുന്നവർക്ക് ഹോസ്പിറ്റലിലേക്കാണ് വരാൻ പറ്റുന്നത്. ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇതുവരെ നമ്മൾ വന്നത് ഡീസൽ എഞ്ചിനാണ്. ഇനി ഇവിടുന്ന് ലോക്കോ ചേഞ്ചിങ് ഉണ്ട്. ഇത് നേരെ യശ്വന്തപൂരിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ ഓൺ ടൈമിലാണ് എത്തിയത്. ഇപ്പം കറക്റ്റ് 7 മണിക്കാണ്, ഓൺ ടൈമാണ്. ഇപ്പോൾ ഇവിടുന്ന് ലോക്കോമോട്ടീവ് മാറ്റില്ല, ചേഞ്ചിങ് ആയി. ഇത് ഡീസൽ ലോക്കോമോട്ടീവാണ്. അത് മാറ്റി ഇനിയിപ്പം ഹോസ്പേട്ടയിലെത്തി. ഇനിയിപ്പം ഹോസ്പേട്ടയിൽ റൂം നോക്കണം. ഇന്നിവിടെ സ്റ്റേ ആണ്. ഇനിയിപ്പോൾ രാവിലെയാണ് ഇനി ഹംപിയിലേക്ക് പോകുന്നത്. ഇന്നിനിപ്പം സ്റ്റേയും ഫുഡിലും ഇവിടെ തന്നെയാണ്. ടൗണിലേക്ക് ഇറങ്ങി നോക്കട്ടെ ഇങ്ങനെ കാര്യങ്ങളല്ലോ. ഇതാണ് നമ്മുടെ ഹോസ്പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നലെ രാത്രി ഹോസ്പേട്ടയിലെത്തിയിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി ഹോസ്പേട്ടയിൽ എടുത്ത റൂമാണ്. ഇവിടെയാണ് റൂം എടുത്തത്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടിപ്പുറമാണ്. ഏകദേശം 800 റുപ്യാണ് ഡബിൾ റൂമിന് ഒരു ദിവസത്തേക്ക് റേറ്റ് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പേട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഹംപിയിലേക്കുള്ള ബസ് വന്നില്ല. ഇവിടെ നിന്നാണ് ബസ് എടുക്കുക. ആണ് നമുക്ക് ഹംപിയിലേക്ക് പോകാനുള്ള ബസ്സാണ്. നമ്മളെ പില്ലർ നമ്പർ 13 ഹംപിയിലേക്ക് പോകാനുള്ള ബസ് ഉണ്ടാവുക ഹോസ്പേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന്. നമ്മൾ ഹംപിയിലേക്ക് യാത്ര ഇരിക്കുകയാണ്. നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററാണ് ഉള്ളത്. അരമണിക്കൂറാണ് ടൈം പറയുന്നത് ഹോസ്പേട്ടയിൽ നിന്ന് ഹംപിയിലേക്ക്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ് ഹംപി വരെ. ഇതാണ് നമ്മളെ ബസ് ടിക്കറ്റ്, ഹോസ്പേട്ട ടു ഹംപി. നമ്മളങ്ങനെ കൃത്യം അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഹംപിയിൽ മെയിനായിട്ട് ഐക്കോണിക്കായിട്ട് വിരുപക്ഷ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം റണ്ണിങ് ആയിട്ടുള്ള ടെമ്പിളാണിത്, വിരുപക്ഷ ടെമ്പിൾ. ഇവിടെ എന്തോ ഇപ്പം ഉത്സവം നടക്കണ്ടോണ്. ഇതിപ്പോൾ നമുക്ക് രഥോത്സവമാണ് തോന്നുന്നു. രഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നേരെ ഇനി ഹംപി ബസാറിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മളെ വിരൂപ ക്ഷേത്രം. നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മളെ ഹംപി ബസാർ. അവിടുന്ന് ഏകദേശം ഒരു 350 മീറ്റർ മാറിയാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് മോർണിംഗ് ടൈമിൽ എത്തിയത്. നമ്മളെ ഹംപി ബസാർ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. നമ്മളങ്ങനെ ഹംപി ബസാറിന് തൊട്ടിപ്പുറം തന്നെ ഇവിടെ ഒരു വലിയൊരു നന്ദി സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് ഇന്ത്യയിൽ തന്നെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ നന്ദി സ്റ്റാച്ചു ആണിത്. ഇത് നമ്മളെ വിരൂപ ക്ഷേത്രത്തിന് തൊട്ട് ഓപ്പോസിറ്റാണ്. നമ്മളെ ഹംപി ബസാർ ഇവിടെയാണ് വരുന്നത്. ഇത് ഹംപി ബസാർ, അതിൻ്റെ അപ്പുറം വിരൂപ ക്ഷേത്രം, അതിൻ്റെ തൊട്ടിപ്പുറം നന്ദീൻ്റെ സ്റ്റാച്ചു. അവിടുന്ന് നേരെ മത്തങ്ക ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു 500 മീറ്ററാണുള്ളത്. ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ടാണ് നമുക്ക് പോകാൻ. അങ്ങനെ അവിടെ നടന്ന് സ്റ്റെപ്പ് വല്ല എത്തിയിരിക്കുകയാണ്. ഇത് മെയിൻ സ്റ്റെപ്പ് അല്ലല്ല, മെയിൻ സ്റ്റെപ്പിൽ അപ്പുറമാണ്. ഇത് വെള്ളമെല്ലാം പറ്റിയിരിക്കുന്നു. നമ്മളങ്ങനെ ഹംപി ശ്രീകൃഷ്ണ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹംപി ശ്രീകൃഷ്ണ ടെമ്പിൾ. ഹംപി ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ കൊത്തുപണിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിപൊളിയായിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ തൂണുകൾ പില്ലറുകൾ കണ്ടാൽ മനസ്സിലാവും കൊത്തുപണി. ഇതാണ് നമ്മളെ ഗണപതിൻ്റെ സ്റ്റാച്ചു ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ഗണപതിയുടെ സ്റ്റാച്ചു ആണ്. നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഇതിൻ്റെ വലിപ്പം തിരിയല്ലോ, പക്ഷെ വലുതാണ്. ഇതാണ് നമ്മളെ ഹേമകൂട ഹിൽ ടെമ്പിളാണ്. വിരൂപ ക്ഷേത്രം തൊട്ട് മുകളിലാണിത്. സൺസെറ്റ് പോയിന്റ് തന്നെയാണ്. ഇതാണ് വിരൂപക്ഷ ടെമ്പിൾ. ഇനി വിജയ വിട്ടാൽ ടെമ്പിളിലേക്കാണ് പോകേണ്ടത്. വിജയ വിട്ടാൽ ടെമ്പിളിലേക്ക് പോകണം. നമ്മൾ ബഗ്ഗിലാണ് പോവുക. ബഗ്ഗിൽ ഏകദേശം ഒരാൾക്ക് 30 റുപ്യാണ് റേറ്റ് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ആണിത്. ഈ ബഗ്ഗിലാണ് നമ്മളിന്ന് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് 2 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ ലേഡീസാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. വ്യത്യസുഖം നമുക്ക് ഇവിടെ നിന്ന് ബഗ്ഗി പോകുന്നതാണ്. കാരണം നല്ല ചൂടും പൊടിയെല്ലാം ആണ്. വണ്ടി ബഗ്ഗി എടുക്കുന്നതാണ് ലാഭം. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ഹംപിയിലെ ഐക്കോണിക് 50 രൂപയുടെ ബാക്കത്തെ ഇതാണ്, സിമ്പിളാണ്. നമ്മുടെ പ്രശസ്തമായ വിജയ വിട്ടാര ടെമ്പിളിലെ മ്യൂസിക് പില്ലറാണ്. ഇതിൽ കൊട്ടിയാലാണ് സംഗീതം വരിക. പക്ഷേ ഇപ്പം നിലവിലിപ്പം ഇത് ക്ലോസ് ആണ്.
ഇവിടെ എന്തോ റെനോവേഷൻ്റെ പണി നടക്കുന്നുണ്ട്, എൻട്രി ഇല്ല ഇപ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ക്യൂൻസ് ബാത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ക്യൂൻസ് ബാത്തിൻ്റെ എൻട്രി ആണിത്. ഇതിൽ കൂടിയാണ് പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല വൃത്തിയിലെ സ്ഥലമാണ്, കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ചാലുണ്ട്. നമ്മളെ ക്യൂൻസ് ബാത്തിൻ്റെ എൻട്രൻസ് ഇതിലൂടെയാണ് നമ്മൾ എൻട്രി ആയിട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ക്യൂൻസ് കുളിക്കുന്ന സ്ഥലം. ഇതാണ് എല്ലാം നശിച്ചു പോയി. ഇവിടെ വെള്ളവും കാര്യങ്ങളും തന്നെ ഒന്നുമില്ല ഇപ്പോൾ. നമ്മളങ്ങനെ ക്യൂൻസ് ബാത്തിൽ നിന്ന് നമ്മളിവിടെ എലിഫൻറ്റ് സ്റ്റേബിൾ എത്തിയിരിക്കുകയാണ്. എലിഫൻറ്റ് ഇതിൻ്റെ ഇവിടെ തന്നെയാണ് നമ്മുടെ ലോട്ടസ് മഹലും വരുന്നത്. ഇതെല്ലാം അടുത്തടുത്താണ്. ഇതാണ് ലോട്ടസ് മഹൽ. ലോട്ടസ് മഹലിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. ഇവിടെയാണ് പണ്ട് ആനകളെ പാർപ്പിച്ചിരുന്നത്. മൊത്തം 11ഓളം ആനകളെ പാർപ്പിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളങ്ങനെ നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ചെറിയൊരു ബോട്ടിലാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, പക്ഷേ വെള്ളമാണ്, അവിടെ ക്രോസ് ചെയ്യാനാവില്ല. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടുന്ന് നോർത്ത് സൗത്തിലേക്ക് ചാർജ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന ബോട്ട് ഡ്രൈവറൊപ്പം പോയിട്ട് തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും എന്തായാലും. ഒരാൾക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഹംപിയിൽ നിന്ന് സൗത്ത് ഹംപിയിൽ നിന്ന് നോർത്ത് ഹംപിയിലേക്ക് വന്നിട്ടുണ്ട്. നോർത്ത് ഹംപിയിൽ ഇപ്പോൾ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളുമാണ്. ക്ലൈമറ്റ് മാത്രമല്ല, ഇവിടെ നല്ല നെൽകൃഷി, നെൽപ്പാടങ്ങളിൽ പൂത്ത് കിടക്കുന്ന അടിപൊളി വ്യൂസ് ഉണ്ട് ഇവിടെ. പിന്നെ ആഞ്ജനേയ ഹിൽസ് ഇവിടെയാണ്. അതുപോലെ തന്നെ ബൈക്ക് റെൻറ്റിൽ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഇവിടുന്ന് ഏകദേശം 600 റുപ്യാണ് ഒരു ദിവസത്തേക്ക് റെൻറ്റ് വന്നത്. 600 റുപ്യ എന്ന് വെച്ചാൽ നമുക്ക് 1 ലിറ്റർ പെട്രോളും വണ്ടി ഒരു ഡേ ഫുള്ളായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മളെടുത്ത വണ്ടി. ഈ മലയുടെ മുകളിൽ കാണുന്നതാണ് ആഞ്ജനേയ ഹിൽ ടെമ്പിളാണ്. ഇത് ഹനുമാനാണ് ഇവിടെ പ്രതിഷ്ഠ. ഇവിടെയൊക്കെ കണ്ട ചെറിയ പിള്ളറാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ഹംപിയിൽ നിന്നും ഹോസ്പേട്ട എത്തിയിരിക്കുകയാണ്. ഹോസ്പേട്ട റെയിൽവേ സ്റ്റേഷൻ നമുക്കിപ്പോൾ ഒരു 5:30 ഒരു കർണാടക സമ്പർക്രാന്തി ഉണ്ട്. കർണാടക സംക്രാന്തിക്ക് നമ്മൾ വരുന്നത് SS ഹുബ്ബാളിയിലേക്കാണ്. ഹുബ്ബാളിയിൽ നിന്നാണ് നമുക്കിനി ഡയറക്റ്റ് നമുക്കിനി മംഗലാപുരത്തേക്ക് ട്രെയിൻ ഉള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ഇല്ല. അതുകൊണ്ട് നമുക്കിനി ഹുബ്ബാളിയിലേക്ക് പോകണം. അത് 8:30ക്കാണ് ഹുബ്ബാളി എത്തുക. നമുക്കൊരു 9:30ക്കാണ് നമ്മളെ വണ്ടി ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. 3 മണിക്കൂറോളം നമ്മളിപ്പം ജനറലാണ് യാത്ര ചെയ്യുന്നത്. വണ്ടി അയച്ച് എടുക്കാനായി ഓൺ ടൈമാണ് വണ്ടി, വേറെ ഡിലേ ഒന്നുമില്ല. നിസാമുദ്ദീൻ വരുന്ന വണ്ടി ആയാലും വലിയ ഡിലേ ഒന്നുമില്ല. LHP കോച്ചാണ്. SS ഹുബ്ബാളി പോകേണ്ട വണ്ടിയാണ് ഇത്. യശ്വന്തപൂര് നിസാമുദ്ദീൻ വണ്ടിയാണ്, നിസാമുദ്ദീനിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ ഏകദേശം 2 ജനറലും ബാക്കിയെല്ലാം AC കോച്ചുമാണ് ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പേട്ട ജംഗ്ഷനിൽ ഇവിടെ പറയലായി. ഇനിയിപ്പം ഇവിടുന്ന് നേരെ SS ഹുബ്ബാളിയിലേക്കാണ്. ഹുബ്ബാളിയിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. ഈ റൂട്ടിൽ ട്രെയിൻ പോകുമ്പോൾ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല വാഴയും കൃഷികളും, വളരെ മനോഹരമായ റൂട്ടാണ്. ഇതാണ് നമ്മളെ ഹുബ്ബാളി ജംഗ്ഷൻ്റെ എൻട്രൻസ് ആണ്. നമുക്ക് ഇതിലൂടെയാണ് എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ അത്യാവശ്യം സെക്യൂരിറ്റിയും കാര്യങ്ങളുള്ള സ്റ്റേഷനാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നമ്മളെ സ്വച്ഛ് ഭാരതിൻ്റെ ഇതുണ്ട്. സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഇതിലുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ഉൾവശമാണിത്, എൻട്രൻസ് ആണ്. ഇതാണ് നമ്മളെ എൻട്രൻസ്. ഇതാണ് സ്റ്റേഷൻ്റെ ഉൾവശമാണിത്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും 1 ഓഫ് ദ ലോങ്ങസ്റ്റ് റെയിൽവേ ട്രാക്കുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ എന്തായാലും ഉണ്ട്. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. എല്ലാം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇത് ഒന്ന് തന്നെയാണ് 6ഉം 7ഉം 8ഉം പ്ലാറ്റ്ഫോം എല്ലാം ഒന്ന് തന്നെയാണ് ഇതുള്ളത്. നമ്മളെ എക്സിറ്റ് വേണ്ടത് ഇതുവഴി ഏതോ ആണ്, ഇതുവഴിയാണെന്ന് തോന്നുന്നു. അങ്ങനെ SS ഹോസ്പിറ്റലിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകാനുള്ള വണ്ടി കയറാൻ വേണ്ടി പോകണം. നമ്മളെ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മളെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ മൊത്തം 8 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. 6, 7, 8 അത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത് പ്ലാറ്റ്ഫോം. നമ്മുടെ വണ്ടി 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക. റെയിൽവേ പ്ലാറ്റ്ഫോം 1ആണ്. അതിന് തൊട്ടിപ്പുറം തന്നെയാണ് 6ാമത്തേത്. 1 കിലോമീറ്റർ മുകളിലുണ്ട് മൊത്തം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ലെങ്ത്. നമ്മളങ്ങനെ SS ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 1.5 സ്റ്റേഷനാണ് ഗൈസ്. എന്തൊരു നീളാറ്, നടന്നിട്ട് എത്തില്ല. നമ്മൾ ട്രെയിൻ ഇപ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമ്മളിപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു. ഇന്നും ഒരു 1/2 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട്. അത്രയും ദൂരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ നടന്നിട്ട് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിലെത്തി. 6ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. ഇവിടെയാണ് നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ നേരത്തെ എത്തി. ഓൺ ടൈമിനും ഒരു അരമണിക്കൂർ മുമ്പെയാണ് ട്രെയിൻ എത്തിയത്. ഇതാണ് SS ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷൻ 3ാമത്തെ എൻട്രി പോയിൻ്റാണിത്. നമ്മളേശം നടന്ന് നമ്മളെ കോച്ചിൽ എത്താനായി. S6 ആണ് നമ്മുടെ കോച്ച്.
നമ്മൾ 2 അപ്പർ ബർത്താണ് എടുത്തത്. 51 പിന്നെ 54 നമ്മുടെ നമ്പർ. നമ്മളിപ്പം SS ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പം ട്രെയിൻ എടുക്കുന്നത്. SS ഹോസ്പിറ്റൽ സ്റ്റേഷനിൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടി 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറേ ഇങ്ങോട്ട് നടക്കണം. ഏകദേശം 1 കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ നിങ്ങളെ ട്രെയിൻ കണ്ടുപിടിക്കാനാവുള്ളൂ. നമ്മുടെ വേരിസ് മൈ ട്രെയിൻ ഇപ്പം ഇവിടെ സ്റ്റേഷനിൽ എത്തി എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നപ്പോഴാണ് നമുക്കിത് കണ്ടത്. നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിൻ മിസ്സാവുന്നതാണ്. കാരണം അത്രയും ദൂരം നടക്കാനുണ്ട് നമുക്ക്. അത് അവിടെ 6ാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷേ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്.